കുട്ടികളെ കൊന്ന നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ പിന്തുടരുന്നത് തുടരും. ഇസ്രയേലിന് IRGCയുടെ മുന്നറിയിപ്പ്. ഇറാൻ നെതന്യാഹുവിന് പിന്നാലെ തന്നെയെന്ന സൂചന. ഖമനയെ തീർത്ത് ഇസ്രയേലിന് മൊസാദിനോട് പകരം വീട്ടാൻ കാത്തിരിക്കുകയാണ് IRGC. ട്രംപിന്റെ ഒരു പരാമർശത്തിനും IRGC മറുപടി നേരത്തെ പറഞ്ഞിരുന്നു. ഇറാനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് മറുപടിയുമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേരത്തെ രംഗത്ത് വന്നിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായ സൈനിക നീക്കം എപ്പോൾ അവസാനിക്കും എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നാണ് IRGC നൽകിയ മറുപടി. മേഖലയുടെ ഭാവി ഇറാൻ സേനയുടെ കൈകളിലാണെന്ന് IRGC പറയുന്നു. ഇറാനിലെ സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന ട്രംപിന്റെ പരാമർശത്തിന് IRGCയുടെ മറുപടി. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ബങ്കറിലേക്ക് മാറും മുൻപ് അധികാരം IRGCക്ക് കൈമാറിയത് തന്നെ അവരുടെ ശക്തിയുടെ തെളിവാണ്. യുദ്ധത്തിന്റെ അവസാനം നിശ്ചയിക്കുക ഞങ്ങളാണെന്നാണ് IRGCയുടെ ഒരു പ്രസ്താവന. മേഖലയുടെ സമവാക്യങ്ങളും ഭാവിയും ഇപ്പോൾ നമ്മുടെ സായുധ സേനയുടെ കൈകളിലാണ് എന്നതാണ് രണ്ടാമത്തെ മറുപടി. ഇറാനിൽ കരസേന, വ്യോമസേന, നാവികസേന എന്നിങ്ങനെ നിരവധി സൈനിക വിഭാഗങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഇറാനിലെ ഏറ്റവും ശക്തവും സ്വാധീനമുള്ളതുമായ സേന. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ബങ്കറിലേക്ക് മാറും മുൻപ് അധികാരം IRGCക്ക് കൈമാറിയത് അവരുടെ ശക്തിയുടെ തെളിവാണ്. IRGC ഇറാനിലെ സാധാരണ സൈനിക വിഭാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായി കരസേനയുണ്ട്, നാവികസേനയുണ്ട്, വ്യോമസേനയുണ്ട്, കൂടാതെ രഹസ്യാന്വേഷണ വിഭാഗവും ഉണ്ട്. സാധാരണ സൈനിക വിഭാഗങ്ങൾ ഇറാനിയൻ പ്രതിരോധ മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ IRGC നേരിട്ട് രാജ്യത്തെ പരമോന്നത നേതാവിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.